ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫ്ലേവർഫുൾ ടെക് ജേർണീസ്. ഇത് ഞാൻ മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന്. ഞാൻ റീസെൻ്റ്ലി ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനതെൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഒരു അൺബോക്സിങ് വീഡിയോ അല്ല ഇന്ന് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൾമോസ്റ്റ് 7 years ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ക്യാനൻ്റെ 700D എന്ന് പറയുന്ന ഒരു പെക്യുലിയർ മോഡലാണ്. ഇതൊരു DSLR ക്യാമറ, കൂടാതെ ഇതൊരു എൻട്രി ലെവൽ ക്യാമറയാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്യുന്നത് 2015-ലാണ്. കാര്യം ഇത് എടുക്കാൻ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്യാമറയിലോട്ട് എന്ത് കൊണ്ടുവന്നു, ഈ പർട്ടിക്കുലർ മോഡൽ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നൊക്കെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് സുപരിചിതമായ ക്യാമറ ബ്രാൻഡ്സ് വന്നിട്ട് കാനൺ ഉണ്ട്, നിക്കൺ ഉണ്ട്, ഫിജി ഫിലിം ഉണ്ട്, സോണി ഉണ്ട്, അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇച്ചിരി ഈ ഒരു യൂസർ ഫ്രണ്ട്ലിയും അതേസമയം എല്ലാം നമ്മുടെ ഫീച്ചേഴ്സും എല്ലാം ഉൾപ്പെടുന്നത് കാനണിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പം ഇതിൽ വ്യത്യാസം കാണാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ബട്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ അന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കാനൺ ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നി. അപ്പം സെക്കൻഡ്ലി, ഞാൻ അന്ന് ഫസ്റ്റ് ടൈമാണ്, മീൻസ് നോർമൽ മൊബൈൽ ഷൂട്ടിങ്ങും മറ്റും ചെയ്തുകൊണ്ടിരുന്നിടത്ത് നമ്മൾ അതിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഒരു പ്രൊഫഷണൽ ക്യാമറ ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളത് ചൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു ബിഗിനർ ലെവൽ ഒരു ക്യാമറ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. ആദ്യമേ പോയി ഒത്തിരി പ്രൊഫഷണലിലോട്ട് പോവില്ല. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒത്തിരി വലിയ ഹൈ എമൗണ്ട് ആവും. സെക്കൻഡ്ലി നമുക്കത് യൂസ് ചെയ്യാൻ അറിയണം, എങ്ങനെയാണ് അത് ആ ഒരു പർട്ടിക്കുലർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ക്യാമറയാണ്. അതായത് ബേസിക്കലി ഈ വ്ളോഗിങ്ങും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസും ഒത്തിരി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ക്യാമറ ഇപ്പോൾ അവൈലബിൾ അല്ല ന്യൂലി. കാര്യം ഇപ്പം കൂടുതലും മിറർലെസ് ക്യാമറാസ് ആണ് നമുക്ക് എല്ലാ ബ്രാൻഡും കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ അല്ല. മേ ബി നിങ്ങൾക്ക് സെക്കൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. OLX ഉണ്ട്, പിന്നെ അല്ലാണ്ട് അങ്ങനെ ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ അങ്ങനത്തെ ഒത്തിരി സ്റ്റോർസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്യാമറ ഞാൻ അന്ന് എടുക്കുമ്പോൾ അന്നത്തെ പ്രൈസ് ഓൾമോസ്റ്റ് 36,000 37,000 സംതിങ് ആയിരുന്നു, ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അന്ന് ഈ പ്രൈസിൽ എനിക്ക് ഓഫർ കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് ഒരു ലെൻസും കൂടെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നോർമൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ക്യാമറ മേടിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ലെൻസ് ഉണ്ടാവും ബൈ ഡിഫോൾട്ട്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്ന ലെൻസ്. ഇത് വന്നിട്ട് ഒരു 1855 എന്ന് പറയുന്ന ഒരു മോഡുള്ള ലെൻസാണ്. മോഡ് ഇൻ ദ സെൻസ് ഇതിൻ്റെ സൂം വേരിയൻ്റ് ആണ്. അതായത് ഇത് 18 ആണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞതും, 15 ആണ് അതിൻ്റെ മാക്സിമം സൂമും. അപ്പോൾ ഇതൊരു നോർമൽ ടൈപ്പുള്ള നോർമൽ ഫീച്ചേഴ്സ് ഉള്ള ലെൻസാണ്. ഇതാണ് സ്ഥിരം എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇപ്പം ഈ പറയുന്ന നേച്ചറിലൊക്കെ ചെന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത് നമുക്ക് ഒത്തിരി ദൂരം, ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേർഡ്സ്, ആനിമൽസിൻ്റെയൊക്കെ ഫോട്ടോ മറ്റും എടുക്കുന്നെങ്കിൽ നമുക്കൊരു സൂം ലെൻസിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ നോർമലി സൂം ലെൻസ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അപ്പോൾ അന്ന് എനിക്ക് ഈ ക്യാമറ എടുക്കാൻ നേരത്തെ എനിക്ക് അതിൻ്റെ കൂടെ ഒരു സൂം ലെൻസ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. ഇത് വന്നിട്ട് ഒരു 55-250 ആണ്. 55-250 ലെൻസാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൂമാണ്. കാര്യം ഇപ്പോൾ ഇതിപ്പം 55 ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 250 ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം എൻ്റെ സൂം പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു സൂം ലെൻസിന് അത്യാവശ്യം നല്ല ഫീച്ചർ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഈ ലെൻസിൽ തന്നെ നമുക്ക് അതിൻ്റെ ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും അതിൻ്റെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ബേസിക്കലി ഇതിനകത്തൊരു സെപ്പറേറ്റ് മോട്ടർ വരുന്നുണ്ട്. അതാണ് ഈ സ്റ്റെബിലൈസേഷൻ മോട്ടർ. അതായത് നമുക്ക് നമ്മൾ പിക്ചർ മാക്സിമം സ്റ്റെബിലൈസ് ആകും. നമ്മളത് ഓഫ് ചെയ്ത് വെച്ചാൽ അത് നമ്മളത് മാനുവലി സ്റ്റെബിലൈസ് ചെയ്യണം. ഓൺ ചെയ്ത് വെച്ചാൽ അത് ആ മോട്ടർ തന്നെ സ്റ്റെബിലൈസ് ചെയ്യും. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് തിരുത്താൻ ശ്രമിക്കണം. അത് ഈ പറയുന്ന ലെൻസിലും അത് അവൈലബിൾ ആണ്. ഈ നോർമൽ ലെൻസിലും ഈ പറയുന്ന സംഭവം അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഈ ക്യാമറ അന്ന് ചൂസ് ചെയ്യാൻ വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയ്ക്ക് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ബാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ
ഇതിന് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാത്തിനും കാണും, ഇവിടെ ഒരു നമുക്കൊരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബേസിക്കലി നമുക്കിത് ചില ക്യാമറകളിൽ ഈ സ്ക്രീന് വിസിബിൾ ആയിരിക്കും. ഇൻ ദ സെൻസ് ഇതിപ്പോൾ ഞാനിത് അടച്ചു വെച്ചിരുന്നു, ചിലതിൽ ഇത് ഓപ്പൺ ആയി തന്നെ ഇരിക്കും, മീൻസ് ഇവിടെ സ്ക്രീൻ വരുന്നുണ്ട്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാം, നമുക്ക് ഏത് ആംഗിളിൽ വേണോ വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആണ്, കുറച്ചും കൂടെ നമുക്ക് പലയിടത്തും ഈ വ്ളോഗിങ് ഒക്കെ മറ്റും ചെയ്യാൻ നേരത്ത് നമുക്കത് കുറച്ചും കൂടെ ഇതിനകത്ത് സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ മടക്കിയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചാണ് നമ്മൾ നോർമലി ഫോട്ടോ എടുക്കാൻ പറ്റും ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ്ലി ഇതിപ്പം സോറി ഞാനത് ഓൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ ഒരു ബേസിക് മെനു ആണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ടച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്കിങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 സെക്കൻഡ് കണ്ടോ, ഇതിലിപ്പോൾ ടച്ച് ബട്ടൺസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇത് വെച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഫിസിക്കൽ ബട്ടൺസ്. ഇതെല്ലാം ആക്സസ് ചെയ്യാൻ ഇവിടെ ഫിസിക്കൽ ബട്ടൺസും ഉണ്ട്. ബട്ട് അതിനുപരി നമുക്കിവിടെ ഒരു ടച്ച് ഫീച്ചറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ആഡഡ് ഫീച്ചറാണ്. അപ്പോൾ അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഡയലിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഓഫ് ഉണ്ട്, ഓൺ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വീഡിയോയുടെ ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. ചില ക്യാമറകളിൽ നമുക്ക് ഈ ഒരു ഓപ്ഷന് പകരം ഇവിടെ ഒരു ബട്ടൺ ആയിരിക്കും. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ സമയത്ത് നമുക്കത് വീഡിയോയിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്യണം. ഇതിന് പകരം ഇവിടെ ഒരു മോഡാണ് തന്നിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഡയൽ, ഇത് ബേസിക് ഡയലാണ്, അത് എല്ലാ ക്യാമറയിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പി എന്ന് പറയുന്ന അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്ന് TV മോഡാണ്, ഇത് വന്നിട്ട് അപ്പർച്ചർ മോഡാണ്, AV മോഡ്. പിന്നെ വരുന്നത് നമ്മൾ ഫുള്ളി നമ്മുടെ തന്നെ കൺട്രോളിൽ വരുന്ന മാക്രോ മോഡാണ്. കാര്യം ബാക്കിയുള്ള 3 മോഡുകൾ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഓട്ടോ മോഡ് പോലെയാണ്. കാര്യം നമുക്ക് അതിലധികം ഫീച്ചേഴ്സ് കിട്ടില്ല. പിന്നെ ഉള്ളത് ഫുള്ളി ഓട്ടോ മോഡുണ്ട്. ഫുള്ളി ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ പോയിന്റ് ആൻഡ് ഷൂട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. കാര്യം അത് ആദ്യം ആൾക്കാർ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിൽ മാക്രോ അല്ല, മാനുവൽ മോഡാണ് എല്ലാവരും DSLR യൂസ് ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ കുറച്ച് ഇൻബിൽട്ട് സീനുകളുണ്ട്. സീൻ ഇൻ ദ സെൻസ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സീനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മാക്രോ ആണോ വേണ്ടേ, അല്ലെങ്കിൽ ഫുഡാണോ വേണ്ടേ, അങ്ങനെ ഒരു ഇതും കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കും. അതെല്ലാം ജസ്റ്റ് ഒരു എൻഹാൻസ്മെൻറ്റ് മാത്രമാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ പുതിയ സ്മാർട്ട് ഫോൺസിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സ്മാർട്ട് ഫോൺസിൽ ഷൂട്ട് ചെയ്യുന്നതും ഒരു DSLR ഷൂട്ട് ചെയ്യുന്നതും തമ്മിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ടാവും. പിന്നെ ഇതിൽ പറയുന്ന പോലെ ഞാനൊരു 5 to 6 years 2015 പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 7 to 8 years ആയി. അപ്പോൾ ഇതൊരു റെഗുലർ യൂസ് അല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇച്ചിരി ഹെവിയാണ്. ഭയങ്കര ഹെവി എന്ന് പറയുന്നില്ല, എന്നാൽ അത്യാവശ്യം ഹെവിയാണ്. അപ്പം ഞങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ടൂറോ അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യാൻ നേരത്ത് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി ഓഫ് പിക്ചർ ആയാലും വീഡിയോ ആയാലും ഇതിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്യുന്നു. ഇപ്പോഴും ഒരു പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു കാർഡ് എനിക്കുണ്ടായിരുന്നു, 256 GB സംതിങ് ഒരു മെമ്മറി കാർഡ് ഇതിലുണ്ട്. പിന്നെ ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആണ് ഈ പറയുന്ന നമുക്ക് ഇവരുടെ ക്യാനൻ്റെ തന്നെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു റീചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ്. അത് നമ്മുടെ നോർമൽ ഒരു പ്ലഗ് ഇൻ ചാർജറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയത് പിന്നെ ഒരു ബാഗുണ്ട്. ഇത് ക്യാനൻ്റെ തന്നെ ബാഗാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ല ബാഗാണ്. അപ്പോൾ ഈ ബാഗിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് സ്പെസിഫിക് കാറുകൾ മാത്രമല്ല, ഇവിടെ ക്യാമറ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ലെൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ ഒത്തിരി പ്രൊഫഷണൽ ആൾക്കാർ മറ്റ് ബാക്ക് പാക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ അറകളുണ്ടാവും. അതായത് നമുക്ക് ഈ ഒത്തിരി ലെൻസൊക്കെ കൊണ്ടു നടക്കുന്നവരുണ്ടാവും, അതായത് മാക്രോ ലെൻസ്, വൈഡ് ലെൻസ്. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അത് അത്രയൊന്നും ഇതിനകത്തില്ല. ഇത് ബേസിക് ഫീച്ചറുള്ള ലെൻസാണ്. പിന്നെ വരുന്നത് ഇത് വന്നിട്ട് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. നമുക്ക് TV-യിലും മറ്റോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കേബിളാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒത്തിരി ടെക്നിക്കൽ കാര്യങ്ങളിലോട്ട് പോകുന്നില്ല. കാര്യം അത് ചിലപ്പോൾ ബോറാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു 18 MP ക്യാമറയാണ്. പിന്നെ ബാക്കി ഈ പറയുന്ന ഇതിനകത്ത് ഓട്ടോ ഫോക്കസും ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്.
പിന്നെ ഇതിൻ്റെ ഓക്കെ, ഇതിനൊരു ബേസിക് ഫ്ലാഷ് മാത്രമാണ് ഉള്ളത്. അപ്പം അതിൽ അത്യാവശ്യമുള്ള നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ കൂടുതൽ പ്രൊഫഷണൽ രീതിയിൽ പോകണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണാം വലിയൊരു ഫ്ലാഷിൻ്റെ മോട്ടർ വെച്ചേക്കും, അതേപോലെ മൈക്ക് വയ്ക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആക്സസറി കിട്ടില്ല, അത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു യൂസ് വന്നിട്ടില്ല, അങ്ങനെ അത്ര ഹൈ പ്രൊഫഷണൽ രീതിയിൽ പോകാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ അത് അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. എന്തെങ്കിലും പോരായ്മകൾ, നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടും നിങ്ങളുടെ ഒരു റെക്കമെൻഡേഷനും അല്ലെങ്കിൽ സജഷനായിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ മെയിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെൽ ബട്ടണിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.